ഗൈസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടൈം ക്യാപ്സ്യൂളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി ഇത് 5 വർഷം അല്ലെങ്കിൽ 4 വർഷം കഴിഞ്ഞിട്ട് ഇത് അൺബോക്സ് ചെയ്യാനായിട്ട് പാടുള്ളൂ, തുറക്കാനായിട്ട് പാടുള്ളൂ. ഇത് നമ്മൾ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കണം. ഇതാണ് നമ്മുടെ ടൈം ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനിവിടെ 2009 തുറക്കുന്നത്, 4 വർഷം കഴിഞ്ഞിട്ട് കേട്ടോ ഗൈസ്. അത് ഫെബ്രുവരിയിലാണ് കേട്ടോ ഗൈസ് തുറക്കുന്നത്. അതിനായിട്ട് നമ്മൾ അതിന് വേണ്ടി ഒരു പെട്ടി എടുക്കുക. നിങ്ങളുടെ എത്ര സൈസുള്ള പെട്ടി ആയാലും കുഴപ്പമില്ല കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് പെട്ടി തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വല്ല ലെറ്റർ ആണെങ്കിൽ അതും നിങ്ങൾക്ക് ഒളിപ്പിച്ച് വെക്കാം കേട്ടോ ഗൈസ്. ഞാൻ ഇവിടെ പെട്ടിയൊക്കെ വെച്ച് കുറച്ച് ഐറ്റംസൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടാണ് ഇതാക്കുന്നത്. ആദ്യം തന്നെ പെട്ടിയൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാർട്ട് പേപ്പർ വെച്ചതിന് ശേഷം. ഇനി കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തേക്കുന്നത്. നിങ്ങളുടെ ഉള്ളത് വെച്ച് നിങ്ങൾ ചെയ്യാം കേട്ടോ ഗൈസ്. ഞാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഇനി ഞാനിവിടെ സൈഡിലും കൂടി കുറച്ച് റെഡ് പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് കളർ പേപ്പർ അല്ല കേട്ടോ ഗൈസ്, ഇത് ക്രീപ്പ് പേപ്പറാണ്. നമ്മൾ ഫ്ലവർ ഉണ്ടാക്കില്ലേ ആ ഒരു പേപ്പറാണ് ഇത്. ഞാൻ എല്ലാത്തിലും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഐറ്റംസിലൊക്കെ. ഇനി നമ്മൾ കുറച്ച് ലെറ്റേഴ്സൊക്കെ എഴുതണം. ആദ്യം തന്നെ നിങ്ങൾ പേപ്പർ എടുക്കാം. അതിനുശേഷം നമ്മൾ ഗോൾസ് എന്നൊക്കെ ഒന്ന് ഹെഡിങ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനുള്ള ഗോൾസൊക്കെ ഒന്ന് എഴുതി കൊടുക്കാം കേട്ടോ ഗൈസ്. അതിനുശേഷം ഞാൻ സൈഡിൽ ഇതുപോലെ റെഡ് പേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയാണ് കേട്ടോ ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ ഉള്ളിൽ കുറേ സംഭവത്തിന് ഞാൻ റെഡ് പേപ്പർ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങനെ നമ്മുടെ ഗോൾസൊക്കെ എഴുതിയതിന് ശേഷം അതൊന്ന് ഫോൾഡ് ചെയ്ത് അത് വെക്കാം. അതിന് ശേഷം നമ്മളിനി ഞാൻ എഴുതിയേക്കണമൊന്നും ഞാൻ അവിടെ കാണിക്കുന്നില്ല കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബക്കറ്റ് ലിസ്റ്റാണ്. അതും എഴുതിയതിന് ശേഷം ഞാൻ റെഡ് പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടി ഒരു എൻവലപ്പിലാണ് വെക്കേണ്ടത് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളൊരു എൻവലപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, A4 പേപ്പർ വെച്ചാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് രണ്ടും ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് വെച്ചതിന് ശേഷം പശ വെച്ച് ഈ ഒരു എൻവലപ്പ് ഒട്ടിക്കാം. ഇനി ഞാൻ കുറച്ച് ക്രീപ്പ് പേപ്പർ നടുക്കും കൂടി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്, കുറച്ച് ഡെക്കറേഷന്. എന്നിട്ട് ഞാൻ അവിടെ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റൊന്നും ഗോൾസൊന്നും എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം. എന്നുവെച്ചാൽ ഫേവറേറ്റ് പേഴ്സൺ ആയിരിക്കും, ഫുഡായിരിക്കും, ഫ്രൂട്ടായിരിക്കും, കളറായിരിക്കും, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിതിൽ എഴുതി കൊടുക്കാം. 5 വർഷം അല്ലെങ്കിൽ 4 വർഷം കഴിയുമ്പോൾ ഇതാണോ നമ്മുടെ ഇഷ്ടം എന്ന് ചിലപ്പോൾ മാറിയേക്കാം കേട്ടോ ഗൈസ്. അതിന് വേണ്ടിയാണ് നമ്മൾ ഫേവറേറ്റ്സ് എഴുതി കൊടുക്കുന്നത്. ഞാൻ ഇവിടെ നിറച്ചു എഴുതിയിട്ടുണ്ട് കേട്ടോ ഗൈസ്, ഒരു സ്ഥലം പോലും വിടാത്തുണ്ട്, നിറച്ചു എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് അതും ഫോൾഡ് ചെയ്ത് എൻവലപ്പിലാക്കി ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഗൈസ്. ഇനി എനിക്ക് യൂട്യൂബ് ഉള്ളതുകൊണ്ട് ഞാൻ സബ്സ്ക്രൈബർ കൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ എൻ്റെ കറണ്ട് സബ്സ്ക്രൈബർ കൗണ്ട് ചെയ്തതിന് ശേഷം അതൊന്ന് റോൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു റിബണൊക്കെ കിട്ടി നല്ല ഡെക്കറേറ്റ് ആയത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി നമ്മൾ നെക്സ്റ്റ് ലെറ്റർ ടു മീ ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 5 അല്ലെങ്കിൽ 4 വർഷം കഴിഞ്ഞിട്ടുള്ള നമ്മൾക്ക് വേണ്ടി നമ്മൾ ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളൊരു ലെറ്ററാണ്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചോദിക്കാം കേട്ടോ. 5 അല്ലെങ്കിൽ 4 വർഷം കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഒരാളെ കാണുകയാണ്, നമ്മൾ എന്തൊക്കെയാണ് ചോദിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയാണ് ലെറ്റർ ടു മീ. അങ്ങനെ ഞാൻ കുറച്ച് ഡെക്കറേഷനൊക്കെ ആയിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് ക്രീപ്പ് പേപ്പർ ഒട്ടിച്ചിട്ടാണ് ഈ ഒരു ലെറ്റർ ടു മീ ചെയ്തിട്ടുള്ളത്. ഞാൻ കുറേ ഒന്നും എഴുതാനുണ്ടായിരുന്നില്ല, എനിക്ക് കുറച്ചേ ഉണ്ടായുള്ളൂ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിയതിന് ശേഷം അതും ഞാൻ ഇതുപോലെ എൻവലപ്പിലാക്കി അതും ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സംഭവങ്ങളൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ ഗൈസ് നമ്മുടെ ബോക്സിൽ. അതിന് മുമ്പായിട്ട് നമുക്ക് ബോക്സിൽ വേറൊരു പണി ചെയ്യാനുണ്ട്. വേറൊന്നുമല്ല, നിങ്ങളൊരു A4 പേപ്പർ എടുക്കാം. അതിന് ശേഷം നിങ്ങൾ ലിപ്സ്റ്റിക് ഇട്ടിട്ട് കുറേ ഉമ്മ വെച്ച് കൊടുക്കാം കേട്ടോ ഗൈസ്. 5 അല്ലെങ്കിൽ 4 വർഷം കഴിയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഉമ്മ കേട്ടോ ഗൈസ്. ലിപ്സ്റ്റിക് വെച്ചതിന് ശേഷം പേപ്പറിൽ കുറേ ഉമ്മ വെക്കുക. അതിന് ശേഷം നിങ്ങളൊരു ഗ്ലൂ എടുത്തിട്ട് അതിൻ്റെ മേലൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഒരു ട്രാൻസ്പെറൻറ്റ് ഫീൽ കിട്ടും. ഇനി നമ്മൾ പെട്ടി തുറക്കുന്ന ആ ഒരു ഭാഗത്ത് തന്നെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ ഗൈസ്. ഞാൻ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധനങ്ങളൊക്കെ ഇതിലേക്ക് എടുത്ത് വെക്കാം. എനിക്ക് കുറേ ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ ഞാൻ ഇതിൽ വെക്കുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഓൺലൈനിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന സംഭവം ഉണ്ടല്ലോ, അത് ഞാൻ ബോക്സിൽ ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ചൊന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ ഞാൻ വെക്കുന്നത് ലെറ്റർ ടു മൈ ഫ്യൂച്ചർ മീ ആണ്. അതാണ് ഏറ്റവും അടിയിൽ വെക്കുന്നത്. ഇനി ഞാൻ നെക്സ്റ്റ് വെക്കുന്നത് എൻ്റെ ഫേവറേറ്റ്സ് ആണ്, അതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വെക്കേണ്ട ഐറ്റംസിനനുസരിച്ചുള്ള പെട്ടി എടുക്കാനായിട്ട് ശ്രമിക്കാം. ഇനി ഞാൻ ബക്കറ്റ് ലിസ്റ്റും അതേപോലെ തന്നെ ഗോൾസ് എഴുതിയിട്ടുണ്ടായില്ല, ആ ഒരു എൻവലപ്പും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി നമ്മളുടെ സബ്സ്ക്രൈബർ കൗണ്ടാണ്. 5 വർഷം കഴിയുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് കൂടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ അതിനായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഇത് എൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് എന്നൊരു അടിപൊളിയായിട്ടുള്ള നോട്ട് പാഡാണ്, അതും കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ഒരു ബോക്സിൽ കുറച്ച് ഫ്ലവേഴ്സൊക്കെ, ഇത് കുറേ ഓർമ്മകളൊക്കെ ഉള്ള ഫ്ലവേഴ്സാണ്. ഞാൻ ഒരേ സ്ഥലത്തുനിന്ന് പിറക്കിക്കൊണ്ട് വരുന്ന ഫ്ലവേഴ്സാണ് കേട്ടോ. അതൊക്കെ ഇതുപോലെ ഒരു കുഞ്ഞ പാത്രത്തിലിട്ട് അതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഡ് പാത്രത്തിൽ നമ്മൾ എനിക്ക് കുറച്ച് ഞാൻ പിറക്കിക്കൊണ്ട് വന്ന സംഭവങ്ങൾ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. റസിൻ്റെ വർക്ക്, പിന്നെ റാഷിക്കായി, പിന്നെ മഞ്ചാടി, പിന്നെ ബീച്ചിലത്തെ ആ സംഭവം ഉണ്ടല്ലോ,
അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇതിലാക്കിയിട്ട് അതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗായ്സ്. ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയാണ്. എൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് എന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഫ്ലവറാണ്, അതും കൂടി ഞാൻ അതിൽ വെച്ചിട്ടുണ്ട് ഓർമ്മയ്ക്ക് വേണ്ടി. ഇനി എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള 2 ഇറേസർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 4 കൊല്ലം കഴിയാണ്ട് ഇത് തുറക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ 4 കൊല്ലമാണ് വെക്കുന്നത്, നിങ്ങൾക്ക് എത്ര കൊല്ലം വേണമെങ്കിലും വെക്കാം കേട്ടോ ഗായ്സ്. ഇതിപ്പോൾ കാണുമ്പോൾ എനിക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഹാമ്പറായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇനി നമ്മൾ നെക്സ്റ്റ് വെക്കാൻ പോകുന്നത് കുറച്ച് ഫെദറാണ്. ഞാൻ കുറച്ച് സൂക്ഷിച്ച് വെച്ച കുറച്ച് ഭംഗിയുള്ള, കാണാൻ നല്ല ഭംഗിയുള്ള കുറച്ച് ഫെദറും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി നമുക്കിത് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് കാണുമ്പോൾ എനിക്കൊരു വാലൻറ്റൈൻസ് ഡേ ഗിഫ്റ്റൊക്കെ ആയി തോന്നുന്നുണ്ട്. പക്ഷേ ഇത് നമ്മുടെ ടൈം ക്യാപ്സ്യൂളാണ്. മൊത്തത്തിൽ ഒരു റെഡ് മയമാണ് ഞാൻ ഇവിടെ സെറ്റാക്കിയിട്ടുള്ളത്. റെഡ് എൻ്റെ ഫേവറേറ്റ് കളറാണ്. ഇനി നമുക്ക് ഇത് മൊത്തത്തിലൊന്നും സെറ്റായി വന്നിട്ടില്ല. ഇനി കുറച്ച് ഐറ്റംസ് കൂടി വെക്കാനുണ്ട്. ഇതും എൻ്റെയും എൻ്റെ അനിയൻ്റെയും കൂടി പണ്ടത്തെ ഫോട്ടോ ആണ്, അതും കൂടി ഞാൻ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു പോളറൈഡാണ് കേട്ടോ ഗൈസ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഇതും എൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് തന്നതാണ് കേട്ടോ ഗൈസ്. നല്ല അടിപൊളിയായിട്ടുള്ള പെന്നാണ്. അത് ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് അതിൻ്റെ ഉള്ളിൽ കുത്തി വെക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അതും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അങ്ങനെ നമ്മൾ എല്ലാ സംഭവങ്ങളും ഒന്ന് അടിപൊളിയായിട്ട് ഓർഗനൈസായി വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇനി സാധനങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ഇത്രയും സംഭവങ്ങൾ മാത്രമേ വെക്കുന്നുള്ളൂ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ ഗായ്സ്. ഇനി നമുക്കിത് 4 വർഷം കഴിഞ്ഞിട്ടേ തുറക്കാനായിട്ട് പറ്റുള്ളൂ. ഏകദേശം +2 കഴിയാറാകുമ്പോഴാണ് കേട്ടോ ഗായ്സ് തുറക്കാൻ പറ്റായത്. ഇനി നമുക്കിത് എന്നേക്കുമായി അടച്ച് വെക്കാം ഗായ്സ്. ഇനി നമുക്കിത് സെല്ലോ ടേപ്പ് വെച്ചൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ടേപ്പ് വെച്ച് ഒട്ടിച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് വൃത്തികേടായിട്ടുണ്ടോ എന്നൊരു സംശയം. പക്ഷേ ഇത് ചെറുതായിട്ട് ഇങ്ങനെ വിട്ടു പോരുണ്ടായി. അവിടെ ഞാൻ നല്ല അമർത്തി തന്നെ കുറച്ചധികം ടേപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് നമ്മൾ 2029 ഫെബ്രുവരിയിൽ മാത്രമാണ് അൺബോക്സ് ചെയ്യാൻ പറ്റുക. തുറക്കുമ്പോൾ ഞാൻ എന്തായാലും ഒരു വ്ലോഗ് എടുക്കുന്നതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.